सरस्वती नमः श्री गुरुभ्यो नमः। हरे राम 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 हरे 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 कृष्ण कृष्ण कृष्ण। श्री राम 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 सीताभिराम राम श्री राम 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 श्री रामचंद्र जय श्री राम 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 सीताभिराम राम श्री राम 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 लोकाभिराम जय श्री राम 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 रावणान्तक राम श्री राम मम हृदि रमतां राम राम श्री राघवात्म राम श्री राम रमापदे श्री राम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। കന്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സംതപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം പിതാവിനോടറിയിച്ചപ്പോൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ലേ. സാരസോത്ഭവനേവും ചിന്തിച്ചു ദേവന്മാരോടാരൂഢഭേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴിപോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടും കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവദ്രൂപം മനോഹരം ചന്ദ്രികാ മന്ദസ്മിത സുന്ദരനാനന്ദപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമേന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ധ്യമാനന്മോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജഭക്ത വത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരുസന്നിപകിരീടോദ്യുൽകുണ്ടല മുക്താഹാരകേരാങ്കാരകടക കടിസൂത്ര വലയാങ്കുലീയ കാദ്യകില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹം അവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങൾ ആസ്വദിച്ചു തുടങ്ങിന പരമാനന്ദമൂർത്തെ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതായ ഒരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തെ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാചലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോധനജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭഗവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നതിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ്മന്തികയെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തമന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയ ധരിക്കപ്പെട്ടൊരു നിൻപാദ പങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വൽ ഭക്തി ഒഴിഞ്ഞില്ലേ ഭേഷജമേതും. മരണമോർത്തു മമ മനസീ പരിതാപം കരുണാമൃതനിധേ പൊരികെ വളരുന്നു. മരണകാലേ തവ കരുണാരുണ ശരണസ്മരണമുണ്ടാവാനായി തരികപരം നാഥ കരുണാകരാ പോറ്റി ശരണം ദേവ രമാരമണ ധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമപരമാത്മൻ പരബ്രഹ്മ്യാഖ്യ ജയ പരചിന്മയ പരാപര പരമാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനന നീതി സ്തുതി ചെയ്തോ ഒരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു. നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണാൻ ഇവിടേക്ക് വൃത്തോടെ വരുവാൻ
മൂലം അത് ചെല്ലുകെന്നതു കേട്ടു. സരസീരുഹ ഭവനീ വണ്ണം ഉണർത്തിച്ചു. നിന്തിരുവഴി തിരുവുള്ളത്തിലേറാതെ കൊണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിയിരിക്കുന്നൊരിക്കാലം നാഥ. പൗരസ്തനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിരു മിക്കതും ജഗൽപതേ. മദ്ദത്ത ബലതർപ്പിതനായിട്ട് അതിനിർഭയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കടഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല, യോഗീന്ദ്രന്മാരാൻ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയവൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും. മർത്തിനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരുമേ മൃത്യു എന്നതും ഉന്നേ കൽപ്പിതം കൽപ്പതേ. നിന്തിരുവിടെ തന്നെ മർത്തിനായി പിറന്നിനി പന്തി ഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ. സന്തതം നമസ്കാരമതിന്നു മധുരൈവോ ചെന്തളിയണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവൻ നിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളു ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യാപ പ്രജാപതി ദത്തമായി രൂപരം സുപ്രസന്നേന മയാ സത്യം കർത്തവ്യോവൈനവ. കശ്യപൻ ദശരഥനാം രാജന്യേന്ദ്രനായി കാശ്യപീതലേ ദൃഷ്ടത്വനാവിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യം. തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മൽ സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ശിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനകാലയെ വന്നു. കീകസാത്മജ കുലനാശകാരിണിയായി മേദിനി തന്നിൽ അനുയോജിജയാണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദം തീർപ്പാൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു പറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിരുന്നോരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുൾ ചെയ്താനേവം. ദാനവാരാതി കരുണാദി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാദീശ്വന്നയോ സാദ്രമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും 3 വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി. ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കേണം. മാനിയാം ദശാസനവൃത്യന്മാരാകും യാതുദാന വീരന്മാരോട് യുദ്ധം ചെയ്യുവതിനോരോരോ കാനനഗിരി ഗുഹാതുമായ വൃക്ഷങ്ങൾ തോറും വാനതപ്രവരന്മാരേതും വൈകിടാതെ. സൂത്രവാദികളോടും പത്മസംഭവൻ നിജ ഭർത്തശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പൂക്കുസത്വരം ദരിദ്രയും ഹസ്തസന്താപമതിസ്വസ്ഥമായ മരുവിനാൾ. തൽക്കാലേ ഹരി പ്രമുഖന്മാരാം വിഭൂതന്മാരൊക്കവേ ഹരിരൂപധാരികളായാലല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തുത. മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷാവലയോധികളായിരുന്നത്. പർവ്വതതുല്യ ശരീരന്മാരായ രഥം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവഗവ്യേന്ദ്രശ്വരന്മാരും ഭൂവി സുഖിച്ചു കാണാനല്ലോ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമരനയോധ്യാധിപതി ധർമാജ്ഞാവീരൻ അമിത കുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും. കാലം അവനവതൃത്വം കൊണ്ടു പരിതാവേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ. എന്തു നൽകും നന്ദന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു
രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു. ദശരഥന് നൃപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അത് നിനക്ക് ഖേദിക്കേണ്ട മനസ്സീ നരവതെ. വൈകാതെ വരുത്തണം ദൃശ്യശങ്കനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭവകണ്ഠൻ തന്നെയും വരുത്തിനാർ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്യുവതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം വിശ്വശങ്കനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലെ വിശ്വദേവതാഗണം തൃപ്തയായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ അഗ്നിദേവൻ. താവകം പുത്രീയമീ പായസം കൈകൊള്ളുക നീ ദേവനമിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രബലനു കൊടുത്തു മറഞ്ഞിതു. താമസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷിണാം ദശരഥൻ ദർശനം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർദ്ധം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മന പാലി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും. മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിരു മൂവരും മധുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ദിവ്യേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസനം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൻ പ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായ ചമഞ്ഞിരു. സന്താപം തിരന്തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തവും സനാദി ക്രിയകളും ചെയ്തു. കാമാന്തം ദാനങ്ങളും ചെയ്തിരു നരവരൻ. ഗർഭവും പരിപൂർണമായ ചമഞ്ഞൊരു കാലം. അർഭകന്മാരും 4 പിറന്നാൻ. ഉടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജതനയനായി നക്ഷത്രം പുനർവാസു നവമി അല്ലോതിരി. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനും കർക്കടകം. അർക്കചന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്കലനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിരുന്നാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേയും. പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസായി നമുദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവ നാരദസനകാദി സഹസ്രനേത്രം മുഖവിഭൂതേന്ദ്രന്മാരാലും പന്ത്യമായിരിപ്പു നിർമ്മലമകുടവും സുന്ദരചിഗുരവും അളകകുസുമവും കാരുണ്യാമൃതരസ സമ്പൂർണയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാംഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലവും മുക്താഹാര കാഞ്ചീനൂപുരമുഖ മണ്ഡലങ്ങളും ഹിന്ദു മണ്ഡലമാതരവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാംജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷനായ ജഗൽ സാക്ഷിയാം പരമാത്മ സാക്ഷാക്ഷി നാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു ദരിദ്രരെ സുരിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ.
സംസ്ഥേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നു. സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിനുത്തമന്മാർക്ക് പോലും അറിവാൻ വേറെയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മകൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജയൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയനജനാമൃതാനന്ദൻ നാരായണൻ വിദ്വാനാനന്ദ സപദ്ഭൂതൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദിഭ്യദേവൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യവും അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാരണമായി വന്ന മുഗ്ധമായി എനിക്കിപ്പോൾ ഭദ്രപുത്രാർത്തി കുല സംസാര ദുഃഖാംബുധോ നിത്യവും നിമഗ്നയായ കൃത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാലും നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കണം കാണാകിയ രൂപം ദുഷ്കൃതം മുടങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചിരാഗമാം ലക്ഷ്മീപദേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കണം മറ്റുള്ളവർ കാണും മുൻപേ. ലാളനാശ്രേഷ്ടാവിന്യരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാത്തേണം ദയാനിതേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരവർണമം. ഭക്തി പൂരിത്രം വീണ്ടും വണങ്ങി സുരിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. മാതാവേ ഭഗവതിക്ക് എന്നിഷ്ടമാകുന്നതെന്നാൽ എന്തും മന്ത്രമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു. സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖന്മാർ പ്രബലന്മാർ നിർമ്മലപദങ്ങളാൽ സുഖിച്ചു സേവിക്കയാൽ. മാനവവംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായും മാനുഷവേഷം പൂണ്ടുഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നും ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ളോ ഒന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേടും. യാതൊരു മർത്തനിക നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കുക കേൾക്കയായി ചെയ്യുന്നതും സാധിക്കും അവരും സാരൂപ്യനെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മനസ്മരണയമുണ്ടാം. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോ. ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരരൂപ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മ ചന്ദ്രചൂടാരവിന്ദ മന്ദിരവൃന്ദ ഭൂവി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു ഭക്തി ചന്ദനനാ പരമാനന്ദമാകുലനായാൽ പുത്രജന്മത്തെ ചെന്ന നൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാഹ്യാദിരാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു. ശുദ്ധനാശാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായിരു കൈകേയി സുതൻ പിറ്റേ നാളും സുമിത്രാപുത്രന്മാരുണ്ടായി ഇരുവരും അമിത്രാത്മകൻ ദശരഥനും പിതാവിനി. ചെയ്തിരു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും. ചെയ്തിരു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രകാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം
വിണ്ണവർ നാട്ടിലും ഉണ്ടായിരു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവായെങ്കില് രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവും ഇട്ടാണല്ലോ. ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമം അരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാത്മജൻ ലക്ഷ്മണൻ എന്ന് തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജ വർജനും. നാമധേയവും 4 പുത്രർക്കും വിരിച്ചേവും. ഭൂമിപാലനും ഭാര്യയുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡ തൽപരന്മാരാങ്കാലം. രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു. പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ. കാരുണ്യാമൃതം പൂർണ്ണപാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണ്ണലാപവീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും ആനന്ദപ്രദം ദേഹമാപവം കൊണ്ടും ബന്ധുകസന്താന്തര ചുംബനരസം കൊണ്ടും ബന്ധുരന്തരാങ്കുരാ സ്പഷ്ട കൊണ്ടും ഭൂതലസ്ഥിതം പദാബ്ജദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതരനുമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ. സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഭാരതേശാന്റെ സ്വർണാശുദ്ധ പൂർണകാലമായി മാലയ മണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതീമഞ്ജുളതരമായ കഞ്ചനനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിയിടുന്ന സ്വർണതർപ്പണ സമഗന്ധമണ്ഡലങ്ങളും ചാതൂരനഖങ്ങളും വിധുമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മാല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ജന വിലാസവും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോവൈ ചാർത്തും കാഞ്ചികൾ നോപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കൂ നാഥൻ. ഭർത്താവിന് അധിവാസമുണ്ടായൊരയോധ്യയിൽ ഒൽത്താർമാനിതാനും കഴിച്ചു കിടങ്ങിനാൻ. ഭൂതലത്തിങ്കലെല്ലാം അങ്ങു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിരു ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു. സമ്പ്രതി കൗമാരവും സമ്പാദിച്ചിരുമല്ലേ. വിധിനന്ദനമായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിരു ബാലന്മാരെ. ശ്രുതികളോട് അംഗങ്ങളും ഭാഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമങ്ങളെല്ലാം പാഠമായൊരു പാർത്താലന്തരത്ഭുതം. മമ പാഠവുമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തോ ചൊല്ലാപതോർത്താൽ. ധനുർവേദാബോധി പരാഗന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ. മനസ്സിൽ വളർന്നൊരു പരമാനന്ദം കൊണ്ടു മുനിതായികയെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടായതുപോലെ. കോമളന്മാരായവേവും ശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേകഭാവം കൈക്കൊണ്ടായൊരു ദിനം. രാഘവന്നതു കാലമേകതയാകുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരതമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്നു. ബാണതൂണീര ഖഡ്ഗ ആദ്യ ആയുധങ്ങളും പോണ്ടു കാനനദേശേ നടന്നിടിനാൻ. നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്യാൻ. ഹരിണ ഹരികരികരടി ഗിരിഗിരി ഹരീശാർദൂലാദികൾ അതിമൃത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു. ജനകൻ കാൽക്കൽ വെച്ചു വിരിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്സുത്തായ കുളിച്ചിതു ഭക്തി കൈകൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനി മാചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്നു
പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദാലീന ചേതസാനിത്യം പരമൻ പരാപരൻ പരബ്രഹ്മ്യാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി ബാലകവൃത്തി കൈകൊണ്ടു വാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേകുമേ ചെയ്യുന്നോണില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം പൂർവം രാമതപോവനാദിഗമനം ഹത്തുമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായോ മരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രകരണം ലങ്കാപുരിയും ദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ